നമസ്കാരം. അമേരിക്ക ഇറാൻ ആണവ ചർച്ചയുടെ മൂന്നാം ഘട്ടം നാളെ ജനീവയിൽ നടക്കാൻ പോവുകയാണ്. പക്ഷേ ഈ ഒരു ചർച്ചയെ മാധ്യമങ്ങളൊന്നും അത്ര കാര്യമായി എടുത്തിട്ടില്ല. പല പ്രമുഖരും നിരീക്ഷിക്കുന്നത് ചർച്ച വെറുതെയാണ്, അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ്. കാരണം ഇവിടെ ഒരിക്കലും നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ തയ്യാറല്ല. അത് ഇറാൻ അറിയിച്ചിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മാന്യമായ രീതിയിലുള്ള ഒരു സംസാരം സാധ്യമാവുകയാണെങ്കിൽ ഒരു കരാറിലെത്താം എന്ന് ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു മാന്യത ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചർച്ച വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നും ആരും കൊടുക്കുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് ചൈന ഇറാൻ ആയുധ കരാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ് മിസൈൽ ശേഷിയുടെ കാര്യത്തിൽ ഇറാൻ. ഇറാന്റെ പക്കലുള്ള മിസൈലുകൾ, വിവിധ തരത്തിലുള്ള മിസൈലുകൾ, അതിനെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, നമുക്കതൊക്കെ ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. മാത്രമല്ല, ഇന്നലെ ഇറാനിൽ ഒരു പ്രദർശനം നടന്നു. അതായത് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്കുള്ള ഒരു മറുപടി എന്നോണമായിരുന്നു ആ പ്രദർശനം. നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഇവിടെ കടലിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് അതിന്റെയൊക്കെ ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോകളും ഒക്കെ പകർത്തി ഇറാൻ അത് ലോകത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ചൈനയിൽ നിന്ന് ഇറാൻ ഇവിടെ ആന്റിഷിപ്പ് മിസൈലുകൾ കൂടെ കൈവശപ്പെടുത്താൻ പോകുന്നു, അത്തരത്തിലൊരു കരാറിൽ ഇറാൻ ചൈനയുമായി ഏർപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒരു ഭാഗത്ത് ചർച്ച നടക്കുന്നു, അമേരിക്കയുടെ ഭീഷണി തുടരുന്നു, ഇസ്രായേലിന്റെ ഭീഷണി തുടരുന്നു. ഈ സാഹചര്യത്തിൽ ഇറാൻ ഞങ്ങൾ ഒട്ടും പുറകിലല്ല, ഞങ്ങൾ നിങ്ങളെ നേരിടാൻ തയ്യാറാണ് എന്ന ഒരു പ്രഖ്യാപനമാണ് ഇത്തരത്തിലുള്ള ഈ കരാറിലൂടെ ഇറാൻ അമേരിക്കയെയും ലോകത്തെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്നത്. അതായത് ശബ്ദത്തെക്കാൾ മൂന്നിരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള മിസൈലാണ് ചൈനയിൽ നിന്ന് ഇറാൻ സ്വന്തമാക്കാൻ പോകുന്നത്. 290 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി. എന്തായാലും സമുദ്ര തീരത്തുകൂടെ സഞ്ചരിക്കുന്ന, വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈൽ ആയതുകൊണ്ട് റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ ഈ മിസൈലിന് സാധിക്കും എന്നുള്ളതാണ് ഈ മിസൈലിന്റെ പ്രത്യേകത. ഇത്തരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിച്ച് അബ്രഹാം ലിങ്കൺ, അതുപോലെ തന്നെ USS ജെറാൾഡ് ആർ ഫോർഡ് തുടങ്ങിയ യുദ്ധക്കപ്പലുകളെ വളരെ നിഷ്പ്രയാസം തന്നെ തകർക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ മിസൈലിന്റെ പ്രത്യേകത. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗം അമേരിക്കക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇവിടെ ഇന്റലിജൻസ് വിഭാഗം പറഞ്ഞിട്ടുള്ളത് നേരത്തെ അമേരിക്കയുടെ സംയുക്ത സൈനിക മേധാവി പറഞ്ഞതുപോലെ ഒരു കാര്യം തന്നെയാണ്. ഈ രണ്ട് യുദ്ധക്കപ്പലുകൾ വെച്ചുകൊണ്ട് ഇറാനെ നേരിടാൻ അമേരിക്കക്ക് കഴിയില്ല. ഇതിലെ ആയുധങ്ങളൊക്കെ പെട്ടെന്ന് തീരും. ഈ ആയുധങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും. അമേരിക്കക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗം വ്യക്തമാക്കിയത്. അമേരിക്കയുടെ സംയുക്ത സൈനിക മേധാവിയും പറഞ്ഞത് ഈ രണ്ട് കപ്പലുകൾ വെച്ച് ഇറാനെ നേരിടാൻ കഴിയില്ല, അമേരിക്കക്ക് തിരിച്ചടി കിട്ടും എന്ന രീതിയിൽ തന്നെയാണ്. എന്തായാലും ഇവിടെ ചൈനയിൽ നിന്നും CM-302 എന്ന പേരിലുള്ള ആന്റിഷിപ്പ് മിസൈലുകൾ കൂടെ ഇറാന്റെ കൈവശം എത്തുന്നതോടുകൂടെ ഇറാൻ വലിയ ശക്തി ആർജിക്കും. ഇറാന്റെ മുന്നിൽ ഈ യുദ്ധക്കപ്പലുകൾ വെച്ച് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊരു വിവരം കൂടെ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗം അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ മിസൈൽ വളരെയധികം പ്രഹരശേഷിയുള്ളതാണ്. ഈ മിസൈലുകൾ, ഇറാന്റെ കയ്യിൽ നിരവധി മിസൈലുകളുണ്ട്. ആ മിസൈൽ ശേഖരം, വലിയൊരു മിസൈൽ ശേഖരം കയ്യിലുള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു മിസൈൽ കൂടെ ചൈനയിൽ നിന്നും ഇറാൻ സ്വന്തമാക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഈ മിസൈലുമായി ബന്ധപ്പെട്ട്, ഈ മിസൈൽ മേടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ, അല്ലെങ്കിൽ ആ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച 2 വർഷമായി നടക്കുന്നുണ്ട്. 12 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനു ശേഷമാണ് ഈ മിസൈൽ എത്രയും പെട്ടെന്ന് കൈവശപ്പെടുത്തേണ്ടതിന്റെ അത്യാവശ്യം, അല്ലെങ്കിൽ ആ ഒരു ആവശ്യകത ഇറാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഈ കരാറിൽ ഒപ്പിടാൻ പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇങ്ങനെ ഒരു മിസൈൽ കൂടെ ഇറാൻ സ്വന്തമാക്കിയാൽ അമേരിക്ക വെള്ളം കുടിക്കും, അമേരിക്ക തോറ്റ് തൊപ്പിയിടും, 8 നിലക്ക് പൊട്ടും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എന്തായാലും ഇറാൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് തന്നെ പോവുകയാണ്. ആ മിസൈൽ കൂടെ ഇറാന്റെ മിസൈൽ ശേഖരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ഇറാൻ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ട്രംപ് ഈ അമേരിക്കൻ നാവികരുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.